നമസ്കാരം. മലയാളികളുടെ ഇഷ്ടതാര ജോഡികൾ തന്നെയാണ് എപ്പോഴും മഞ്ജു വാര്യറും അതുപോലെ ദിലീപും. ഇരുവരും വേർപിരിഞ്ഞെങ്കിലും ഇപ്പോഴും മലയാളികളുടെ ഉള്ളിൽ എപ്പോഴും ഇരുവരും ഒന്നിച്ചു കാണാനുള്ള ഒരാഗ്രഹം ഉണ്ട്. അത് വെറുമൊരു സിനിമാ നടി എന്നതിലും ഉപരി മലയാളി പ്രേക്ഷകർക്ക് ഒരു കുടുംബാംഗത്തെ പോലെയാണ് മഞ്ജു വാര്യർ. 3 ജനറേഷന് മുമ്പുള്ളവർ പോലും ഇന്ന് പ്രിയപ്പെട്ട നായിക ആരെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ എന്നാകും പറയുക. വിവാഹിതയായാൽ നായികമാർ അഭിനയം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് മഞ്ജുവും വിവാഹിതയാകുന്നത്. ട്രെൻഡ് ഫോളോ ചെയ്ത് സുഹൃത്തുക്കളായ പാർവതി അടക്കമുള്ള മറ്റു നടിമാരെ പോലെ മഞ്ജുവും വിവാഹശേഷം 15 വർഷത്തോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നു. നടിയുടെ ഇടവേള ആരാധകരെയും ഏറെ വിഷമിപ്പിച്ചതായിരുന്നു. അക്കാലത്ത് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുൻ ഭർത്താവ് ദിലീപ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യവും മഞ്ജു എന്ന് അഭിനയ ലോകത്തേക്ക് തിരിച്ചു വരും എന്നത് തന്നെയായിരുന്നു. അങ്ങനെയൊരു തിരിച്ചുവരവ് സംഭവിക്കാൻ തങ്ങൾക്ക് പ്രിയപ്പെട്ട ജോഡി എന്നേക്കുമായി വേർപിരിയേണ്ടി വരുമെന്ന് അന്ന് പ്രേക്ഷകർ കരുതിയിരുന്നില്ല. ദിലീപും മഞ്ജു വാര്യരും വിവാഹമോചിതരാകുന്നുവെന്ന വാർത്ത മലയാളികൾക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇരുവരും വേർപിരിഞ്ഞ ശേഷവും താരങ്ങളുടെ റീയൂണിയൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നു. കുടുംബിനിയായിരുന്ന കാലത്ത് മഞ്ജു വളരെ വിരളമായി മാത്രമേ പൊതുവേദികളിൽ എത്തിയിരുന്നുള്ളൂ. അന്ന് ക്യാമറ, മൊബൈൽ ഫോൺ എന്നിവ സുലഭമല്ലാതിരുന്നതിനാലും സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാലത്തെ മഞ്ജുവിൻ്റെ വളരെ വിരളമായ ഫോട്ടോകൾ മാത്രമേ ഓൺലൈനിലും ലഭ്യമാകൂ. ഇപ്പോഴിതാ ദിലീപിൻ്റെ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാനെത്തിയ മഞ്ജു വാര്യരുടെ ഒരു പഴയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ ജയപ്രകാശ് പയ്യന്നൂരാണ് തൻ്റെ ശേഖരത്തിലുള്ള മഞ്ജുവിൻ്റെ പഴയ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. 2005 ജോഷി സാറിൻ്റെ സിനിമയുടെ മഞ്ജു വാര്യരുടെ കുറച്ച് ഫോട്ടോകൾ എന്നാണ് ജയപ്രകാശ് നൽകിയ ക്യാപ്ഷൻ. ഏത് സിനിമയുടെ സെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ലയൺ അല്ലെങ്കിൽ ജൂലൈ 4 ഇതിലേതെങ്കിലും ഒരു സിനിമയാകാനാണ് സാധ്യത എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ. യാതൊരു ആഡംബരങ്ങളുമില്ലാത്ത ഒരു തനിനാടൻ ഭാര്യയായിരുന്നു മഞ്ജു എന്നത് ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണ്. വീതിയിൽ ഗോൾഡൻ ബോർഡറുള്ള കേരള സാരിയായിരുന്നു മഞ്ജു ധരിച്ചിരുന്നത്. വൈൻ നിറത്തിലുള്ള ഹാഫ് സ്ലീവ് ബ്ലൗസാണ് താരം ധരിച്ചത്. കഴുത്തിൽ കരിമണി മാലയും ബ്ലൗസിന് മാച്ചാകുന്ന ഒരു പേളിൻ്റെ മാലയും അണിഞ്ഞിരുന്നു. പേൾ മാലയുമായി ചേരുന്ന കമ്മലും കയ്യിൽ ഫാൻസി വളകളും ധരിച്ചിരുന്നു. നീളൻ മുടി വിടർത്തിയിട്ട് നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് പൊട്ടിച്ചിരിച്ച് നിൽക്കുന്ന മഞ്ജുവിനെയാണ് നമുക്ക് ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു തരത്തിലുള്ള മേക്കപ്പും ഇല്ലാതെ തന്നെ ഫോട്ടോകളിലെല്ലാം അതീവ സുന്ദരിയായിരുന്നു താരം. ഇന്നത്തെ മഞ്ജുവിൻ്റെ മുഖത്തിന് ഈ നിഷ്കളങ്കമായ ഭാവം ഉണ്ടോ എന്ന സംശയമുണ്ട്. അനുഭവങ്ങൾ കൊണ്ട് അതിശക്തമായ മുഖമായി മാറിയെന്നാണ് ജയപ്രകാശ് പകർത്തിയ നടിയുടെ ഫോട്ടോകൾക്ക് വന്ന കമൻറ്റുകൾ. മീനാക്ഷിക്ക് ജന്മം നൽകിയ ശേഷമുള്ള സമയമായിരുന്നതുകൊണ്ട് തന്നെ തടിച്ച ശരീരമായിരുന്നു അന്ന് മഞ്ജുവിന്. സിനിമയിലേക്ക് 2ാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണ നടത്തുന്ന അഭിനേത്രി കൂടിയാണ് മഞ്ജു. 46-ലും മഞ്ജുവിന് 20കളുടെ ചെറുപ്പവും ഫിറ്റ്നസ്സുമാണെന്നാണ് ആരാധകർക്കും പറയാറുള്ളത്.